പച്ചപ്പും മരങ്ങളും ജലസ്രോതസ്സുകളുമുള്ള നമ്മുടെ നാട്ടിലെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ളവരുടെ പ്രധാന തൊഴിലും ജീവിത വരുമാനവുമൊക്കെ അതിൽ നിന്ന് തന്നെ ആയിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ ചിലർ കൂടുതൽ വരുമാനത്തിന് വേണ്ടി, മറ്റു ചിലർ കുടുംബത്തെ ചിലവുകൾ നോക്കാൻ വേണ്ടിയും, കുറച്ചുപേര് നാട്ടിലെ കടങ്ങൾ വീട്ടാനും വേണ്ടിയൊക്കെ കപ്പൽ കയറി. അങ്ങനെ ധാരാളം ദിവസങ്ങൾ കടലിലൂടെ സഞ്ചരിച്ച് അവർ ചെന്നിറങ്ങിയതാകട്ടെ ഒരു മരുഭൂമിയിലേക്കും. ഇവിടുത്തെ കാലാവസ്ഥയുമായി ധാരാളം വ്യത്യസ്തമായതും ജലസ്രോതസ്സുകളോ കൂടുതൽ പച്ചപ്പുകളോ ഇല്ലായിരുന്നിട്ട് കൂടി ആ പ്രദേശം നിരവധി പേർക്ക് ജോലികൾ നൽകി. അതിലൂടെ നാട്ടിലുള്ളവരുടെ പട്ടിണിയും മാറി. അങ്ങനെ നാട് കയറിയവരെ പ്രവാസിയെന്നും അവർ ചെന്നിറങ്ങിയ ആ മരുഭൂമിയെ ഗൾഫ് എന്നും നമ്മൾ പയ്യെ കൊണ്ട് വിളിച്ചു തുടങ്ങി. സ്വർണ്ണ നിറത്തിലുള്ള മണലിന് താഴെയായി പ്രകൃതി അവർക്കായി ഒരുക്കി വെച്ചിരുന്ന എണ്ണശേഖരമായിരുന്നു ആ നാടിനെ ഇത്രയും സമ്പന്നമാക്കിയത്. അങ്ങനെയുള്ള ഗൾഫിൽ പെടുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ന് നമ്മൾ നോക്കുന്നതും സൗദി അറേബ്യയെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഫാക്ട് നോക്കാം. സൗദി അറേബ്യ ഓസ്ട്രേലിയയിൽ നിന്നുമാണ് മണൽ വാങ്ങുന്നത്. അതെ, സൗദി അറേബ്യയുടെ 95% ഭൂമിയും പൂർണ്ണമായോ ഭാഗികമായോ മരുഭൂമിയാണ്. എങ്കിലും ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നും ഇവർ മണൽ ഇറക്കുമതി ചെയ്യാറുണ്ട്. കാരണം മരുഭൂമിയിലുള്ള മണൽ കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗശൂന്യമാണ്. അതുകൊണ്ടാണ് അവർ മണൽ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഫാക്ട് നോക്കാം. സൗദി അറേബ്യയിൽ നദികളില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. റെഡ് സീയും അറേബ്യൻ ഗൾഫുമായി തീരപ്രദേശം പങ്കിടുന്ന സൗദി അറേബ്യയിൽ ചെറിയ തടാകങ്ങളും കാലാവസ്ഥയ്ക്കനുസരിച്ച് രൂപപ്പെടുന്ന ജലസ്രോതസ്സുകളും ഒഴിച്ചാൽ അവിടെ ഒരു നദി പോലും കാണാൻ കഴിയില്ല. ലോകത്തെ നദികളില്ലാത്ത 20 രാജ്യങ്ങളുടെ ലിസ്റ്റിലുള്ള സൗദി അറേബ്യ കൂട്ടത്തിലെ ഏറ്റവും വലിയ രാജ്യം കൂടിയാണ്. മൂന്നാമത്തെ ഫാക്ട് നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ഉള്ളത് സൗദി അറേബ്യയിലാണ്. അതെ, ദമാം സിറ്റിയിലുള്ള ദ കിങ് ഫാദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്. 9080 ഏക്കറിൽ നിലനിൽക്കുന്ന ഈ എയർപോർട്ടിൽ സൗദി അറേബ്യയുടെ അയൽരാജ്യമായ ബഹ്റൈനേക്കാളും വലിപ്പമുണ്ട്. നാലാമത്തെ ഫാക്ട് നോക്കാം. ഇസ്ലാമിന്റെ മരുഭൂമി. അതെ, ലോകമെമ്പാടുമുള്ള ധാരാളം ആളുകൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതം ഇവിടെ നിന്നുമാണ് ജന്മം കൊണ്ടത്. ഇസ്ലാം മതത്തിലെ പ്രധാന സ്ഥലങ്ങളായ മക്കയും മദീനയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 മില്യൺ മുസ്ലിങ്ങളാണ് ഓരോ വർഷവും ഹജ്ജ് ചെയ്യാനായി മെക്കയിലെത്തുന്നത്. അഞ്ചാമത്തെ ഫാക്ട് നോക്കാം. സൗദി അറേബ്യയിൽ ഒരു സിറ്റിസൺഷിപ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ആളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ മതത്തിൽ ചേർന്നിരിക്കണം. എന്നാൽ ദുബായ് പോലുള്ള രാജ്യത്തെ നിയമത്തിന് മാറ്റമുണ്ട്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ക്യാപിറ്റലായ റിയാദാണ് ആ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്യാമൽ മാർക്കറ്റ്. ഒരു ദിവസം ഏകദേശം 100-ൽ പുറത്തൊട്ടകങ്ങളുടെ കച്ചവടമാണ് ഇവിടെ നടക്കാറുള്ളത്. മാത്രമല്ല സൗദി അറേബ്യയുടെ നാഷണൽ അനിമൽ കൂടിയാണ് ക്യാമൽ. ഏകദേശം 3,36,700 ആളുകളുള്ള ഈ രാജ്യത്ത് അധികവും താരതമ്യേന പ്രായം കുറഞ്ഞ ആളുകളാണ് കൂടുതൽ പേരും. അതായത് മുഴുവൻ ജനസംഖ്യയുടെ ഏകദേശം 2/3 ആളുകൾ 35 വയസ്സിനടുത്തുള്ളവരാണ്. അതുപോലെ തന്നെ മൊണാർക്കി സിസ്റ്റമാണ് അവിടുത്തെ ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സൗദി അറേബ്യയെ പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.